എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഏറ്റവും ഹിഡൻ ഫീലിങ്സ് നിങ്ങൾക്കായിട്ട് എന്താണ് ഹിഡൻ ഫീലിങ്സ്. നിങ്ങൾ ഇൻ റിലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ പരസ്പരം തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല. ഏത് സിറ്റുവേഷനിലായാലും ചില കാര്യങ്ങൾ നിങ്ങൾ ഇൻ റിലേഷൻ ആണെങ്കിൽ പോലും അവർ നിങ്ങളുടെ അടുത്ത് പെരുമാറുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടൊക്കെ പെരുമാറും പോലെ, ഉള്ളിലുള്ളത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളൊരു ഫീലിംഗ് നിങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ? ആ ആഴത്തിലുള്ള ആ ഫീലിങ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അവർ നിങ്ങളോട് പ്രകടിപ്പിച്ചിട്ടില്ലാത്ത അവരുടെ ഹൃദയത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന അവരുടെ ഫീലിങ്സ് മനസ്സിലായല്ലോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ആവാൻ ശ്രമിക്കരുത് കേട്ടോ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകുമോ? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ അടുത്ത് വെളിപ്പെടുത്തിയിട്ടില്ലാത്ത അവരുടെ ഏറ്റവും ആഴത്തിലുള്ള ഫീലിങ്സ്, ഹിഡൻ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. ഹിഡൻ ഫീലിങ്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്കായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അവരുടെ ഏറ്റവും ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്കായിട്ടാണെന്ന് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഏറ്റവും ഹിഡൻ ഫീലിങ്സ് എന്താണ് അവർക്കായിട്ട്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ് ഫോർ മൈ വ്യൂവേഴ്സ്. King of Cups. Okay, King of Pentacles, Nine of Cups, very good. Six of Pentacles, good. Four of Pentacles, അത് ശരി. Eight of Wands, ഇതിലെന്താ ഹിഡൻ വെക്കാൻ? Lovers, Empress, very good. Four of Cups, ഇതൊക്കെ എന്താ ഹൈഡ് ചെയ്യാനുള്ളത് അല്ലേ? Three of Cups, Ace of Cups ആകുമ്പോൾ, Queen of Cups, Page of Swords. നിങ്ങളുടെ പേഴ്സൺ അവരുടെ സ്നേഹം തന്നെ മുഴുവനായിട്ട് അവരെ എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ അടുത്ത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ തോന്നും സത്യത്തിൽ ഇവർ തന്നെയാണോ നമ്മളുടെ അടുത്ത് വന്ന് സ്നേഹം പറഞ്ഞ്, ഈ പറഞ്ഞ സ്നേഹമൊന്നും പെരുമാറ്റത്തിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും കേട്ടോ. ആ ലെവലിൽ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സ്നേഹം വെച്ചിട്ട് പുറമേക്ക് കുറവായിരിക്കും പ്രകടിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ കിങ് ഓഫ് പെൻഡക്കിൾസ് വെച്ച് നിങ്ങളെ പ്രതി ഭയങ്കരമായിട്ട് റെസ്പോൺസിബിളായിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇവർക്ക് സീരിയസ്നെസ് ഇല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ സകല കാര്യങ്ങളും ഇവർ ശ്രദ്ധിക്കാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളെ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു നാളെ പറയുകയാണ് ഒരു യാത്ര പോവുകയാണെന്ന് പറയുന്നു, അതിൻ്റെ A to Z കാര്യങ്ങൾ ഇവർ നോക്കി ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങളെ ഏറ്റവും കംഫർട്ടബിളായിട്ട് പോകണം, ഏറ്റവും കംഫർട്ടബിളായിട്ട് സ്റ്റേ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ഇവർ ചോദിക്കും നിങ്ങളുടെ അടുത്ത്. അങ്ങനെ ഒരു പ്രൊട്ടക്റ്റീവ് ഫീലിംഗ് ആണ് നിങ്ങളുടെ അടുത്ത് കാണുന്നത്. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അതെങ്ങനെ പ്രകടിപ്പിക്കണം എന്ന് അവർക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നിങ്ങളും കൂടി അവർക്ക് ലൈഫിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും നിങ്ങളും കൂടി ഉണ്ടെങ്കിലേ അത് മുഴുവനാവുന്നുള്ളൂ. പൊതുവേ അവരുടെ ലൈഫ് ഹാപ്പിയാണ്, അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങളില്ലാത്തതിൻ്റെ കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അതവർ എക്സ്പ്രസ് ചെയ്യാറുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെ കാണുമ്പോൾ മുഖത്ത് വരുന്നൊരു തെളിച്ചം, ഒരു സന്തോഷം, കണ്ണുകളിൽ കാണുന്ന ഒരു പ്രകാശം, അതൊക്കെയാണ് അവരുടെ എക്സ്പ്രഷൻ, മനസ്സിലായോ? അതേപോലെ നിങ്ങളെ സാമ്പത്തികമായിട്ടും സഹായിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുമോ എന്ന് പേടിച്ചിട്ട് അവർ പറയാതിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇവരോട് എക്സ്പ്രസ് ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങളെ സഹായിക്കണം, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്നൊക്കെ ഇവർ ചിന്തിക്കാറുണ്ടായിരിക്കും. പക്ഷേ ചോദിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കുമോ, എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ആവുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇവർ ചോദിക്കാറില്ല. നിങ്ങളെ പ്രതി വല്ലാത്ത പൊസസീവ്നെസ് ഉണ്ട് ഇവർക്ക്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയായിരിക്കും. നിങ്ങൾ എപ്പോഴും തമ്മിൽ കാണാറുള്ളവരാണെങ്കിൽ
നിങ്ങൾ വേറെ ആരോടെങ്കിലുമൊക്കെ നിന്ന് സംസാരിക്കുന്ന കണ്ടാൽ ഇവരിങ്ങനെ ഓരോ ഭാഗത്തു നിന്ന് നിങ്ങളെ തുറച്ച് നോക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവർക്ക് ഇഷ്ടമില്ല നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതോ ഇൻട്രാക്ട് ചെയ്യുന്നതോ ഒരു പരിധിയിൽ കൂടുതൽ അടുത്ത് പെരുമാറുന്നതെന്ന് അവർക്ക് സഹിക്കാൻ പോലും പറ്റില്ല. ഭയങ്കര പൊസസീവാണ് നിങ്ങളെ പറ്റിയിട്ട് കേട്ടോ. അത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയില്ല, അവരിങ്ങനെ നോക്കി പേടിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞു കാണില്ല എന്തിനാ അവരോട് സംസാരിച്ചതെന്നൊന്നും ചോദിക്കില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പൊസസീവാണ്. ഓക്കെ. അതുപോലെ കമ്മ്യൂണിക്കേഷനും കുറവാണ്. സംസാരം, എക്സ്പ്രഷൻ ഓഫ് സ്പീച്ച് കുറവായിട്ട് കാണുന്നു. എന്ന് വെച്ചാൽ ഉള്ളിൽ തോന്നുന്ന അത്രയും വികാരം ഇവരുടെ വാക്കുകളിൽ പ്രകടിപ്പിക്കാറുണ്ടാവില്ല. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു റൊമാൻറ്റിക് ആയിട്ടൊക്കെ സംസാരിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും. അതിനൊരു റെസ്ട്രിക്ഷൻ പോലെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അതിതീവ്രമായ പ്രണയമാണ്. പക്ഷെ അതെങ്ങനെ വാക്കുകളിൽ പ്രകടിപ്പിക്കണമെന്ന് ഇവർക്കൊരു ഐഡിയ ഇല്ല എന്നൊരു പ്രശ്നമാണ്. ഇവർക്ക് പറയണമെന്നുണ്ട് അതൊക്കെ അങ്ങനെ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കണം, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യണം, അതിൻ്റേത് മുഴുവൻ അളവിൽ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇവർക്കത് സാധിക്കാറില്ല എന്നുള്ളതാണ്. ഓക്കെ. മനസ്സിൽ സംസാരിക്കാറുണ്ടായിരിക്കും അവർ. മാനസികമായിട്ട് നിങ്ങളുടെ അടുത്ത് ഇവരൊറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് കൺവേഴ്സ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്ത് അവർക്ക് പറയാനുള്ളതെല്ലാം അവരവരുടെ മനസ്സിൽ പറയുകയാണ്, പുറമേക്ക് പറയുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. സ്നേഹം അവരുടെ, ഞാൻ പറഞ്ഞില്ലേ, മുഴുവനായിട്ടുള്ള അളവിൽ ഉള്ള സ്നേഹം അവർ പ്രകടിപ്പിച്ചിട്ടില്ല. അത് മാത്രമല്ല നിങ്ങളെ ഒന്ന് ടച്ച് ചെയ്യാനും ഹഗ് ചെയ്യാനും, എലാബറേറ്റായിട്ട് പറയുന്നില്ല, ക്ഷമിക്കുക, അങ്ങനെ ഒരു ഫിസിക്കൽ ടച്ചിന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വേറെ ഫിസിക്കൽ കണക്ഷൻ വേണമെന്നല്ല, ചെറിയ രീതിയിലുള്ള റൊമാൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ. കാരണം നിങ്ങൾ അവർക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് നിങ്ങളോട് ചോദിക്കാൻ പേടിയാണ്. നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ആ ഒരു ഭയം അവർ മനസ്സിലെ റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്താറാണ് പതിവ് എന്നാണ് കാണുന്നത്. നിങ്ങളെ നോക്കും, സംസാരിക്കും എന്നല്ലാതെ ദേഹത്ത് തൊടുന്ന പതിവ് ഉണ്ടായിരിക്കില്ല. ഓക്കെ. അതിൽ നിന്നും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ പ്രതി ഭയങ്കരമായ അട്രാക്ഷനാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിവാഹം ചെയ്യണം, നിങ്ങൾക്ക് അവർക്കുമായിട്ട് കുട്ടികൾ ഉണ്ടാവണം, അതൊക്കെ അവരുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹമാണ് കേട്ടോ. പക്ഷെ അവർ ചിന്തിക്കുന്നത് ഒരു ഫിസിക്കൽ റിലേഷനൊക്കെ വിവാഹത്തിന് ശേഷം മതി എന്നുള്ള രീതിയിൽ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്ത് വേണം. നിങ്ങൾ എന്ന് പറഞ്ഞ ആ വ്യക്തിയെ ഇവർ ബഹുമാനിക്കുന്നു. ഓക്കെ. അതുകൊണ്ട് നിങ്ങളൊരു തരത്തിലും കളങ്കപ്പെടരുതെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ചിന്തിക്കുന്നത് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിങ്ങൾ അവരുടെ ലൈഫിലെ എംപ്രസ്സാണ്. അപ്പോൾ ആ എംപ്രസിനെ വിട്ടു നിന്ന് സ്നേഹിച്ചാൽ മതി എന്നുള്ളൊരു ഫീലിംഗ്. ഓക്കെ. അതിതീവ്രമായ സ്നേഹമാണ് കേട്ടോ നിങ്ങളെ പ്രതി. അവർ അങ്ങ് ഒബ്സസ്ഡ് ലെവൽ ഓഫ് ലവ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്യുന്നത്. കുറൊക്കെ നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ തമ്മിൽ കാണുമ്പോൾ ഉണ്ടല്ലോ അങ്ങനെ മിസ് ചെയ്തു എന്നോ അല്ലെങ്കിൽ കാണാൻ തോന്നിയിരുന്നു എന്നോ അങ്ങനെയൊന്നും പറയണ്ടാവില്ല. നിങ്ങൾ പറയണ്ടാവും കാണാൻ തോന്നുന്നു അല്ലെങ്കിൽ മിസ് ചെയ്തു അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അതവർ ഫീൽ ചെയ്യാറുണ്ടെങ്കിലും പുറമേക്ക് പറയാറില്ല. ഓക്കെ. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മിസ് ചെയ്യും ഭയങ്കരമായിട്ട്, പക്ഷെ പുറമേക്ക് പറയാൻ അവർക്ക് ഭയങ്കര പ്രയാസമാണ്. അങ്ങനെ നിങ്ങളവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളും കൂടിയാണ്. നിങ്ങളുടെ കാര്യങ്ങൾ ഇവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഫ്രണ്ട്സിന് നിങ്ങളുടെ കാര്യം അറിയാം എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ. അതുപോലെ എത്ര തീവ്രമായിട്ടാണ് ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്നുള്ള ആ ഒരു കാര്യം ഇവർ തുറന്നു പറഞ്ഞിട്ട് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് ഇവരുടെ എക്സ്പ്രഷൻ ഓഫ് ലവ് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നു എന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അതിതീവ്രമായ സ്നേഹം തോന്നുന്നുണ്ടെങ്കിലും പുറമേക്ക് സട്ടിലായിട്ടായിരിക്കും, വളരെ കുറച്ചായിരിക്കും ഇവർ പ്രകടിപ്പിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് സംശയം തോന്നും സത്യത്തിൽ ഇവർക്ക് സ്നേഹമാണോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് തോന്നത്തക്ക രീതിയിലായിരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. ചിലപ്പോൾ ഫോണിൽ നന്നായിട്ട് സംസാരിക്കണം, പക്ഷെ നേരിട്ട് കാണുമ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കൺഫ്യൂഷൻ ആവും ഇവരെന്താ ഇങ്ങനെ എന്നുള്ളത്. അത് സ്നേഹക്കുറവ് കൊണ്ടല്ല, സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങളെ കാണുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരു നെർവസായി പോകുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ കാണുമ്പോൾ ഫ്രീസായി പോകുന്ന ഒരു സിറ്റുവേഷൻ, അതൊരു സിറ്റുവേഷനാണ് ഇവർ അനുഭവിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് കുറച്ച് സമയം കൊടുത്താൽ മതി, അത് ശരിയായി വരും. അതേപോലെ
ക്വീൻ ഓഫ് കപ്സ് നിങ്ങളെ കാണാതിരിക്കുന്ന സമയത്ത് ഇവർക്ക് സങ്കടമൊക്കെ വരാറുണ്ട്, ഇമോഷണലി ഡൗൺ ആവാറുണ്ട് ഇവർ. വല്ലാത്ത സങ്കടം, മിസ്സിങ് എനർജി, ഇപ്പം കാണണം എന്ന് തോന്നുക, അങ്ങനെയൊക്കെ. ദേഷ്യം വരിക മറ്റുള്ളവരുടെ അടുത്ത്, ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചാൽ ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ഇവർ ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഇതൊന്നും പറയില്ല. ഓക്കെ, നിങ്ങളെ കാണാത്തതുകൊണ്ടാണ് എന്ന് സമ്മതിക്കാൻ ഇവർക്ക് പ്രയാസമാണ്. അതേപോലെ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അപ്ഡേറ്റ്സ് എന്താ പറയുക, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. നിങ്ങളുടെ അടുത്ത് അത് പറയണ്ടാവില്ല ചിലപ്പോൾ. അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇവർ പറയണ്ടാവില്ല. അതേപോലെ നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോട്ടോസ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ അടുത്ത് ചോദിച്ച് വാങ്ങിച്ചതൊന്നും ആയിരിക്കില്ല. എവിടെന്നെങ്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഇവർക്ക് നിങ്ങളുടെ പിക്ചേഴ്സ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ആ പിക്ചേഴ്സ് ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അത് ഇവർ കാണാറുണ്ട്. വളരെ കൗതുകത്തോടെ, ഒരു കുട്ടിത്തത്തോടെ നോക്കാറുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അവർക്കൊരു പ്രായം കുറഞ്ഞ പോലെ തോന്നുക അത് നോക്കുമ്പോൾ. കാരണം നിങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ വല്ലാതെ ആകൃഷ്ടരാണ് എന്ന് കാണുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഭാഗ്യദേവതയാണെന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായത്, ഗുഡ് ലക്ക് സിറ്റുവേഷൻ ഉണ്ടായത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. എന്നും നിങ്ങൾ ആ പോസിറ്റിവിറ്റിയുമായിട്ട് അവരുടെ കൂടെ വേണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ മജീഷ്യൻ്റെ എനർജിയാണ് എന്ന് വെച്ചാൽ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ഇവർ. ചുമ്മാ ഇരിക്കുമ്പോഴെല്ലാം ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ചിന്തകൾ മനസ്സിനെ എങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ മാനിഫെസ്റ്റായി പോകുന്നൊരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ഒബ്സസീവ് തിങ്കിങ് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുന്നു. പക്ഷേ ഇതുവരെ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ അവർക്ക് വല്ലാത്തൊരു പ്രയാസമാണ് ഫീൽ ചെയ്യുന്നത്. ഉള്ളിൽ അടക്കി പിടിച്ച് വെച്ചിട്ടുള്ള ഒരു ശീലമാണ് ഇവർക്ക്. ഓക്കെ, ഇവർ ചെയ്യേണ്ടുന്നത് എനിക്ക് തോന്നുന്നു ഒരു ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡ് എന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. തുറന്ന് പറയാൻ അല്ലെങ്കിൽ തുറന്ന് പ്രകടിപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യാറുണ്ട്. 2 കാർഡ് കൂടി മതി. ഓക്കെ, നിങ്ങളുമായിട്ടൊരു റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് അവർ ചിന്തിക്കാറുണ്ട്. ഇത് ചിലർക്കായിരിക്കും റെസനേറ്റ് ആവുക. അവരവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ നിങ്ങളുടെ അടുത്ത്. നിങ്ങളെ കാണുമ്പോഴൊക്കെ ഇവർക്ക് തോന്നും ഓടി വന്ന് നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം പറയണം എന്ന്. അപ്പോൾ ഇവർ ചിന്തിക്കുന്ന ഒരു പ്രപ്പോസൽ, ഒരു ലവ് പ്രപ്പോസൽ അങ്ങനെ ഒന്ന് ചെയ്താലോ എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളെ കാണുമ്പോൾ പേടിച്ചിട്ട് പറയാതിരിക്കുന്നതായിരിക്കും. ചിലർക്കെങ്കിലും ഒരു പുതിയ പ്രപ്പോസൽ നിങ്ങൾക്ക് തന്നാൽ കൊള്ളാം എന്നൊരാഗ്രഹം തീർച്ചയായിട്ടും ഉള്ളതായിട്ട് കാണുന്നു. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഓക്കെ, അതിതീവ്രമായിട്ട് തന്നെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, രാവിലത്തെ പ്രാർത്ഥനകളിൽ നിങ്ങൾ ഇൻക്ലൂഡഡ് ആണ് അവരുടെ ലൈഫിൽ എന്നും കാണുന്നു. അമ്പലത്തിൽ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇവർ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. ലാസ്റ്റ് കാർഡ്, ഒരേ ഒരു കാർഡ് അല്ലേ, ലാസ്റ്റ് കാർഡ് തരുക. ലാസ്റ്റ് കാർഡ് കുഞ്ഞ് റീഡിങ് എടുക്കുന്നുള്ളൂ. ഓക്കെ, 4 of Wands. വാവ്, നിങ്ങൾ മൊത്തം ഒരു ന്യൂ ബിഗിനിങ് വേണം. അവർ നിങ്ങളുടെ അടുത്ത് ഇതുവരെ മാരേജ് പ്രപ്പോസലൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അവർക്കതിന് ആഗ്രഹമുണ്ട്. നിങ്ങൾ മൊത്തൊരു പുതിയ ബിഗിനിങ് വേണം എന്നുള്ളത്. ഒരു പക്ഷേ ഒരു വിവാഹാലോചനയായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്നുള്ളൊരു ചോദ്യം, അതൊന്നും ഇവർ ചോദിക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ചോദിക്കാതിരിക്കുകയാണ്. ഇതും കേസ് ബൈ കേസ് ആയിരിക്കും കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന് അറിയാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ, ചോദിച്ചാൽ തെറ്റായി പോകുമോ എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ വെച്ച് മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അവർക്ക് അതിതീവ്രമായ ആഗ്രഹമുണ്ട് നിങ്ങളുമൊത്തൊരു വിവാഹം, എല്ലാവരും അറിഞ്ഞൊരു വിവാഹം നടത്തുക, അങ്ങനെ ഒന്നിച്ചൊരു കുടുംബജീവിതം, അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഫീലിങ്സ്, അവർ തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത ഫീലിങ്സ് നിങ്ങളോടുള്ള. ഓക്കെ, അപ്പോൾ വേറെന്താണ്, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ,
അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.